അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മായിൻ അമ്മാ ബഅദ്. വളരെ സ്നേഹത്തോടു കൂടി സ്നേഹക്കൂടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ സാറാണ് ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത്. എന്നത്തെയും പോലെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. സർ, കുടുംബവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളെ പ്രധാനമായ ചർച്ചകൾ വരുന്നത്. കുടുംബജീവിതം ഏറ്റവും സുന്ദരമാക്കി തീർക്കേണ്ടതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അന്ന് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. കുടുംബത്തിൽ ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ, കുടുംബജീവിതം ഏറ്റവും സുന്ദരമായി മുന്നോട്ട് പോകാനുള്ള അതിൻ്റെ ആക്സിലറേഷൻ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ പരസ്പരം തിരിച്ചറിഞ്ഞ് ക്വാളിറ്റി ടൈം ചിലവഴിച്ച്, അതുപോലെ തന്നെ അഭിമാനം പരസ്പരം സംരക്ഷിച്ച്, പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒക്കെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രധാനമായും ഇനിയും ഒരുപാട് പോയിൻ്റുകൾ അവിടെ ബാക്കിയുണ്ട്. ആ പോയിൻ്റുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സ്നേഹക്കൂടിലേക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ ധാരാളം കുടുംബങ്ങൾ എന്നെപ്പോലെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിലേറെ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിസ്മില്ലാ. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകൾ നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സപ്പോർട്ടാണ്, വൈകാരിക പിന്തുണ. വൈകാരിക പിന്തുണ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും വികാരങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ചില ആളുകൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാവും, ചില ആളുകൾക്ക് യാത്ര തീരെ ഇഷ്ടാവില്ല. അപ്പോൾ ഭാര്യയ്ക്ക് യാത്ര നല്ല ഇഷ്ടമുണ്ട്, ഭർത്താവിന് യാത്ര ഇഷ്ടമല്ല. പക്ഷെ അള്ളാഹു ഇവരെ രണ്ടുപേരെയാണ് ഒരുമിപ്പിച്ചത്. അവിടെ ഒരാൾ മറ്റൊരാളുമായിട്ട് ആ ഒരു ലൈഫ് പങ്കിടുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗീവ്നെസ് അല്ലേ, മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. അതിനാണ് പരസ്പരം വസ്ത്രങ്ങളാണ്. ന്യൂനതകളുണ്ടാവും, പോരായ്മകളുണ്ടാവും, എന്നാൽ ഗുണങ്ങളുണ്ടാവും. ഒരാൾ മറ്റൊരാളുടെ ന്യൂനത മറച്ചു വെക്കുക വേണ്ടത്. അത് നല്ല ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യം മുന്നോട്ട് പോകുള്ളൂ. നമ്മൾക്കൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ, ഈ 15, 18, 19 വയസ്സിലൊക്കെ തന്നെ ഇപ്പോൾ പ്രണയം തുടങ്ങുകയാണ്. 18 അല്ല, 12 വയസ്സ് 13 വയസ്സിലൊക്കെ പ്രണയമാണ്. ചെറിയ കുട്ടികളൊക്കെ പ്രണയിച്ചിട്ട് അതെൻ്റെ ലവറാണ്, എൻ്റെ ബിലവറ്റാന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഒരിക്കൽ നിലമ്പൂർ ദാറുന്നജാത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ, അവരുടെ ഇടയിൽ പ്രണയം. കുറേ വർഷം മുമ്പുള്ള അവസ്ഥ ഞാൻ പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥ അത് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കേണ്ടതുണ്ട്. ആര്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യണം, വൈകാരിക പിന്തുണ നൽകണം, ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടക്കാരന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ അല്ലേ, ഇൻകം ഇറക്കുന്നതിനനുസരിച്ചുള്ള ഒരു വരുമാനം തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ പേറിക്കൊണ്ടാണ് വൈകുന്നേരം രാത്രി അയാൾ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഭാര്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ചില കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന സൽക്കാരത്തിന് പോകാൻ, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങാൻ. ഈ കാൽക്കുലേഷൻസിലാണ് അവളുള്ളത്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകം പരിമിതമാണ്. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ശരാശരി കിട്ടുന്ന വരുമാനം എത്രയാണ്? എൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റ് വലുപ്പമുള്ളതാണോ, വരുമാനമുള്ളതാണോ? ഇല്ല എങ്കിൽ ഭാര്യൻ്റെ കൂടി ഡ്യൂട്ടിയാണ് ഈ വരുമാനം കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനവിടെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള മെക്കാനിസം വർക്കൗട്ട് ചെയ്യണം. ഇത് പലപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്പോൾ ദാമ്പത്യ ഊഷ്മളമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലെ, അടുത്ത വീട്ടിൽ നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, അയാൾക്ക് നല്ല വരുമാനമുണ്ട്, എൻ്റെ വീട്ടിൽ അതില്ല. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വീട്ടിലെ വരുമാനം കൂട്ടിയാൽ മാത്രമേ ആ സൗകര്യങ്ങളിലേക്ക് എൻ്റെ ഭർത്താവിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് വീട് സൗകര്യപ്പെട്ടിട്ടില്ല,
അല്ലെങ്കിൽ വീട് പരമ്പരാഗതമായ ഒരു വീടാണ്, വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത വീടാണ്. അപ്പോൾ ഇവളുടെ മനസ്സ് ആധിയിലാണ് അല്ലെങ്കിൽ ടെൻഷനിലാണ്. കാരണം കല്യാണം കഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ, മക്കൾ ആ ഒരു പ്രായത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മക്കളുടെ വിവാഹം ആവുമ്പോഴേക്ക് ഈ വീടിൻ്റെ പണി തീരുമോ, പുതിയ വീടെടുക്കുമോ? അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ്. അല്ലേ, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന നിമിഷങ്ങളിൽ മുഴുവൻ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംസാരങ്ങളാണ് ഭാര്യ നിരന്തരം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഭർത്താവിന് പിന്നെ ആ വീട്ടിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാവും? ഒരിക്കലുമില്ല. അപ്പോൾ അവിടെ ഭാര്യ മനസ്സിലാക്കേണ്ട എന്താണ്, ഭർത്താവിന് സ്വയം അതിൽ വിഷമമുണ്ടാവും, അയാളത് എക്സ്പ്രസ് ചെയ്യൂല. ചില ഭർത്താക്കന്മാർ അവരുടെ വിഷമങ്ങൾ മുഴുവൻ പ്രഷർ കുക്കർ പോലെ ഉള്ളിലേറ്റുന്നവരാണ്, പുറത്തേക്ക് പറയില്ല, ഉള്ളിൽ സങ്കടപ്പെടുന്നുണ്ടാവും, ഒറ്റയ്ക്ക് പോയി കരയുന്നുണ്ടാവും. എന്നാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എവിടെയെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യും അവരുടെ കരച്ചിലിൽ കൂടി. ഇത് അവരുടെ പ്രകൃതമാണ്. ചില ഭർത്താക്കന്മാർ അത് മനസ്സിലാക്കാറില്ല, അവർക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കില്ല. എന്തിനാണ് നീ കരയണമെന്ന് പറഞ്ഞിട്ട് ചാടിക്കളിക്കും. യഥാർത്ഥത്തിൽ സ്ത്രീകൾ കരയുമ്പോൾ ലെറ്റ് ദം ക്രൈ, അവരത് കരയട്ടെ, അത് അവരുടെ ഒരു ഫീലിങ്സ് എക്സ്പോസ് ചെയ്യാണ്. അതിനുള്ള സ്വാതന്ത്ര്യം പുരുഷന്മാരായ നമ്മൾ അവർക്ക് കൊടുക്കണം. എന്നാൽ പുരുഷന്മാർ നോർമലി ഭാര്യമാരുടെ മുമ്പിൽ കരയാറില്ല, വളരെ അപൂർവേ കരയുള്ളൂ. അപ്പോൾ ആ ഒരു മ്യൂച്വൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത്, അടുപ്പം നിലനിർത്തുക എന്നുള്ളത് ദാമ്പത്യത്തെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഘടകമാണ്. സപ്പോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷേ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ആ വാക്കിൻ കെയർ ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായൊരു പിന്തുണ ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ മുമ്പും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചില അഡീഷനുകൾ, അഥവാ പരസ്പരം തിരിച്ചറിയുക എന്ന് തന്നെയാണ് വിവാഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ പരസ്പരം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട റെസ്പെക്റ്റുകളും അംഗീകാരങ്ങളും ആദരവുകളൊക്കെ കൊടുത്ത് വൈകാരികമായൊരു പിന്തുണ നൽകിയാലേ നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധം ഏറ്റവും ഊഷ്മളമായി ഏറ്റവും സുന്ദരമായി മുന്നോട്ട് പോകുന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഇമോഷണൽ സപ്പോർട്ട്. അതുപോലെ കുട്ടികൾക്കും തന്നെ, നമ്മുടെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾക്കും ഒരു വൈകാരിക പിന്തുണ കൊടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം. മക്കൾക്കും അതുപോലെ തന്നെ തിരിച്ച് പാരൻസിന് ഒരു ഇമോഷണൽ സപ്പോർട്ട്. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് കളയേണ്ടവരല്ല, അവരിങ്ങനെ ഉരുകി യോലിച്ച് നിൽക്കേണ്ടവർ. അപ്പോൾ അവിടെ മക്കൾക്ക് ചില നല്ല വാക്കുകൾ കൊണ്ട് വൈകാരികമായി മാതാപിതാക്കൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്നൊരു വാക്ക്, ഇറ്റ് ഈസ് നോട്ട് എ വാക്ക്, അതൊരു വേർഡ് മാത്രമല്ല, അതൊരു ഒരു എന്താ പറയുക, ലൈഫിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആ രൂപത്തിൽ അല്ലേ ഒരു വൈകാരിക പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ബന്ധം ഊഷ്മളമാവും. അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ സഹാനുഭൂതി രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടാവണം. അതായത് ഒരു എമ്പതി എന്ന് പറയും. എമ്പതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു വിഷമത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഭർത്താവിനോട് ഷെയർ ചെയ്യുകയാണ്. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അതേ ടോണിൽ ആ ഒരു പ്രയാസത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് ഭർത്താവിനുണ്ടാവുക. ഭാര്യയും അതുപോലെ തന്നെ. ഇപ്പോൾ ഭർത്താവ് രോഗിയാണ്, പ്രയാസത്തിലാണ്, രോഗമായി കിടപ്പിലാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ രോഗിയായ അവസ്ഥയിൽ അവൾ പരിഗണിച്ചില്ല എന്നുള്ളതാണ് വരിക. ഇത് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയ്ക്ക് രോഗം ഉണ്ടാവുന്ന ഘട്ടമുണ്ട്, ഭർത്താവിന് രോഗം ഉണ്ടാവുന്ന ഘട്ടമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ പരിചരണം കൊടുക്കുക, അല്ലേ, കണ്ടറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഡൈവേഴ്സിലേക്ക് തീരുമാനം എടുത്ത ഒരു ഭാര്യ പറയുന്ന ഒരു കാര്യം, ഞാനും അദ്ദേഹവും തമ്മിൽ മാസങ്ങളായിട്ട് മിണ്ടാറില്ല, പക്ഷെ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. അസുഖം ബാധിച്ച സമയത്ത് പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു എമ്പതിയാണ്. ആ ഒരു എമ്പതറ്റിക് അപ്രോച്ച് ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ ഊഷ്മളമാക്കും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സ് തട്ടുന്ന ചില പ്രവർത്തനങ്ങളാണ് രോഗമാവുന്ന ഘട്ടത്തിലുള്ള പരിചരണം എന്നുള്ളത്. അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് സ്നേഹപ്രകടനങ്ങൾ, അല്ലേ. അത് ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭാര്യയെ ചുംബിക്കുക എന്നുള്ളത്, ഒന്നിച്ച് ശയിക്കുക, ഒന്നിച്ച് കിടക്കുക എന്നുള്ളത്,
ഒരേ ബെഡ്റൂം ഷെയർ ചെയ്യുക എന്നുള്ളത്. ചില ആളുകളെങ്കിലും പിണങ്ങുന്ന സമയത്ത് റൂം മാറിക്കിടക്കുന്നു. മാസങ്ങളോളം അങ്ങനെ കിടക്കുന്നത് കുട്ടികൾ കാണാനിട വരികയാണ്, മറ്റുള്ളവർ കാണാനിട വരികയാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ഒരു കേസുമായിട്ട് ബ്രദറാണ് ഈ രൂപത്തിൽ അകൽച്ചയിൽ ജീവിക്കുന്നത്. കാരണം ഭാര്യ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റിമസി കാണിക്കുന്നേയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭർത്താവിൻ്റെ സിസ്റ്റേഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നു ബ്രദറിനെ. അപ്പം അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഗ്രോത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതിയാണ്. ഭർത്താവ് ഒരു കോമൺ സെൻസോടുകൂടി, നോർമൽസിയോടുകൂടി ഭാര്യയോട് പെരുമാറേണ്ടതുണ്ട്. ചില ഭർത്താക്കന്മാർ വളരെ ഹെൻപെക്ഡ് ഹസ്ബൻഡ്സാണ്. ഹെൻപെക്ഡ് ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ആ ഒരു ഔന്നിത്യം കാത്തു സൂക്ഷിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സുപ്രീമസി, ഭാര്യമാർ നോർമലി ആഗ്രഹിക്കുന്നത് ഭർത്താവ് ആ ഒരു സുപ്രീമായിട്ട്, ആ ഒരു ചെയർപേഴ്സണായിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്ന ആ രൂപമാണ് മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ആ ഒരു റോള് നിർവഹിക്കാതെ ഒരു അമ്മായിയാവുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു ക്യാരക്ടറിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട്. അതായത് നല്ല സൗന്ദര്യമുള്ള ഭാര്യ, ആ ഭാര്യയെ കിട്ടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് അയാൾ കാണുന്നു. മാത്രമല്ല, അവളെങ്ങാനും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഇയാൾ അവൾക്ക് കൂടുതൽ സറണ്ടർ ചെയ്യാണ്. ഇത് അവൾക്ക് ഈ വ്യക്തിയോട് ഒരു തരം വിരക്തിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇയാൾക്ക് ഇയാളുടേതായ ഒരു മെസ്കുലിനിറ്റി, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പുരുഷ എന്താണ് നമ്മൾ സാധാരണ പറയാം, ഒരു പൗരുഷമല്ല എന്നുള്ളത്. ആ പൗരുഷം എന്നുള്ളതാണ് ആ പെണ്ണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അയാൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ മാത്രമേ എൻ്റെ ഭാര്യയെ എനിക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് ആര് എന്ന് ഭർത്താവ് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊക്കെ ഇന്ന് ഒരുപാട് സോഴ്സുകളുണ്ട്. അത്തരം അറിവുകൾ സമ്മാനിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളും ചാനലുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരായിട്ട് വരുന്ന ആളുകൾ ഭാര്യമാരെ സംതൃപ്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ന് കൃത്യമായ അറിവ് അവർക്ക് വേണം. അതാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഓവറാവാനും പാടില്ല, കുറയാനും പാടില്ല. രണ്ടും ഒരു മധ്യമ നിലയിലാണ് കൊണ്ടുപോവേണ്ടത്. ഒരു മെഷീനാണെങ്കിൽ ആ മെഷീൻ മാനുഫാക്ചർ ചെയ്ത കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ മേഖലയിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ കാലിബർ, അവൻ്റെ പൊട്ടൻഷ്യൽ, അവൻ്റെ ഫീലിങ്സ്, അവൻ്റെ എന്താ പറയുക ഇമോഷൻസ്, ഇതൊന്നും ഒരാൾക്കും അളക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അല്ലേ. എൻ്റെ ദേഷ്യം അതിൻ്റെ അളവുകൾ എനിക്ക് അറിയൂ, ഒരു പക്ഷേ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം. പക്ഷെ എന്ത് കാര്യത്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് ഒരു പക്ഷേ കാണുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവില്ല. അതാണ് മനുഷ്യൻ. അഥവാ ഏത് സമയത്തും ഏത് രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവിടെ പരസ്പരം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സ്നേഹങ്ങൾ, ഇണക്കങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വേണ്ടതോടൊപ്പം തന്നെ അത്യാവശ്യമാണ്. പുരുഷൻ എന്ന് പറയുന്നത്, ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് അദ്ദേഹമാണെന്നാണ്. അവിടെ ഒരു സറണ്ടർ ചെയ്ത് പിന്മാറിപ്പോവേണ്ടനോ അല്ല ഒരു ഭർത്താവ് എന്നാണ് ഭാര്യ കണക്കാക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ, ആ ഒരു പദവികൾ അലങ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഭാര്യയുടെ പദവി എന്ന് പറയുന്നത് അത് ഭാര്യയ്ക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. ആ ഭാര്യ അത് നിർവഹിക്കണം. ഭർത്താവിൻ്റെ പദവി ഭർത്താവിനെ അലങ്കരിക്കാനേ സാധിക്കൂ. ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ കുടുംബജീവിതം ഏറ്റവും നന്നാവും ഊഷ്മളമാവും എന്നുള്ളത്. അവിടെ ഈ ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ റോള് നിർവഹിക്കുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. അത് ഒന്നാമതായി കൊടുക്കേണ്ടത് ഭർത്താവാണ്. അമ്മായിമ്മയിൽ നിന്നോ അമ്മോഷനിൽ നിന്നോ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിൽ നിന്നോ ചിലപ്പോൾ വേണ്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സൽപ്പേര് ഭാര്യയ്ക്ക് കിട്ടണം എന്നില്ല. എന്നാൽ ഭർത്താവിൽ നിന്നത് കിട്ടിയേ പറ്റൂ. കാരണം അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഭർത്താവാണ്. ആ വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവാണ്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ഐ ഷുഡ് ബി ദി സെൻറ്റർ ഓഫ് അറ്റൻഷൻ. എൻ്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെടണം, എന്നെ അംഗീകരിക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം, എന്നെ തലോടണം. ഇതൊക്കെ അവളുടെ ആഗ്രഹമാണ്.
ഇത് ഭർത്താവ് അവൾക്ക് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ തേടിക്കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്? ഇപ്പോൾ പ്രായം ചെന്ന മാതാപിതാക്കളെ സെർവ് ചെയ്യണം, ഓക്കെ, അവളത് ചെയ്യാൻ സന്നദ്ധമായിരിക്കും. പക്ഷെ അവൾക്ക് കൊടുക്കേണ്ട ഒരു പേഴ്സണൽ സോൺ ഉണ്ട്, പേഴ്സണൽ ടൈം ഉണ്ട്, അത് ഭർത്താവ് കൊടുത്തിരിക്കണം. അതുപോലെ അവൾക്കുള്ള ഗ്രീവൻസസ്, അവൾക്കുള്ള ആവലാതികൾ, പരാതികൾ, വിഷമങ്ങൾ, അതവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക സ്രോതസ് ഭർത്താവല്ലേ. അപ്പോൾ എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ പറയുമ്പോഴേക്ക് നിനക്ക് ഏത് നേരം ഇത് പറയാനേ നേരമുള്ളൂ. പിന്നെ അത് അമ്മോഷനോടോ അമ്മായിമ്മയോടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവളുടെ പേഴ്സണലായിട്ടുള്ള പ്രയാസങ്ങൾ അവൾക്ക് ഷെയർ ചെയ്യാനുള്ളത് ഭർത്താവാണ്. പല പ്രശ്നങ്ങളും ഭാര്യമാർ പറയുന്നത് പരിഹരിക്കാനല്ല. ഇതാണ് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് കേൾക്കുമ്പോഴേക്ക് സൊല്യൂഷനുമായിട്ട് ചെല്ലും. അവരൊരു കാഷ്വൽ ടോക്ക് നമ്മളോട് നടത്തുകയാണ് അല്ലേ. കുറേ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പരിഹാരമായിട്ടുണ്ടാവും, പറഞ്ഞ് തീർന്നാൽ തന്നെ ഒരു സമാധാനമായിട്ടുണ്ടാവും. ആ അർത്ഥത്തിലാണ് കമ്മ്യൂണിക്കേഷനെ, അവരുടെ ഇമോഷണൽ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനുള്ള ഒരു വെപ്പണായിട്ടാണ് പെണ്ണ് കാണുന്നത്. ഇതാണ് പുരുഷൻ മനസ്സിലാക്കേണ്ടത്. അതായത് അവർ സംസാരിക്കുന്നതോടുകൂടി ദേ ഗെറ്റ് റിലാക്സ്ഡ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോണത്, ഇപ്പം ചാറ്റിങ്ങിലേക്ക് പോകുന്നത്? പല പുരുഷന്മാരും പരാതിപ്പെടുന്നു, എൻ്റെ ഭാര്യ എന്നാളോട് ചാറ്റ് ചെയ്യുന്നു. നിങ്ങളെ കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും പ്രീഷ്യസായ സമയം നിങ്ങളുടെ ഭാര്യയുമായിട്ട് റൊമാൻറ്റിക്കായിട്ട് നിൽക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റൊമാൻസ് മറ്റാരോടോ പ്രകടിപ്പിക്കുന്നു, നിങ്ങളെ ഭാര്യയോട് പ്രകടിപ്പിക്കുന്നില്ല അല്ലേ. വർഷങ്ങൾ കഴിഞ്ഞാലും ആ റൊമാൻറ്റിക് മൂഡിൽ ഭാര്യയോട് പ്രായം ചെന്നിട്ടുണ്ടെങ്കിലും സംസാരിക്കാനുള്ള യോഗ്യതയും കഴിവും പുരുഷനുണ്ട്. അത് ഭാര്യയും ആഗ്രഹിക്കണം, ഭർത്താവും ആഗ്രഹിക്കണം. അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് തന്നെ മവദ്ദത്തുൻ വറഹ്മ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആദ്യം പ്രണയവും പിന്നെ കാരുണ്യമാണ്. ഈ കാരുണ്യം മെയ്ഡ് ഫോർ ഈച്ച് അതർ. എനിക്കറിയാം, ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഞാൻ കാണുന്ന പ്രായം ചെന്ന രണ്ടാളുകളുണ്ട്. അവർ ഇന്നും ഇണക്കുരുവികളെ പോലെയാണ് അവരുടെ നടത്തോ ഇരുത്തമൊക്കെ. അവർക്ക് കുട്ടികൾ പോലുമില്ല. എന്നാൽ കുട്ടികൾ 4ഉം 5ഉം ഒക്കെ പിറന്നതിന് ശേഷം പോലും പരസ്പരം വഴക്കടിക്കുന്ന, കടിച്ചു കയറുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതിന് കാരണം എന്താണ്? ഭാര്യ 1-ാം തീയതി തീരുമാനിക്കുകയാണ്, ഇയാൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുക. ഭർത്താവ് തീരുമാനിക്കുകയാണ്, അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുക. രണ്ടുപേരും പെസിഫൈ ചെയ്യാൻ, പരസ്പരം കലഹം നിർത്തി ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനം എടുക്കുന്നില്ല. അവർ ഇബാദത്തുകൾ എടുക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നത്തെ സഫിലുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ബാക്കിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്വയം അവലോകനം നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതോടൊപ്പം നമ്മൾ നമ്മെ കൂടി നന്നാക്കാൻ വേണ്ടി, ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടി കൂടുതൽ സമയവും ചിന്തയും ഡിവോട്ട് ചെയ്യണം. കാരണം മരണം എന്നുള്ളത് ഒരു സത്യമാണ്. ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് ആദ്യമായി നാം രക്ഷപ്പെടുത്തേണ്ടത് നമ്മെയാണ്, നമ്മുടെ മക്കളെയാണ്, നമ്മുടെ കുടുംബത്തെയാണ് അല്ലേ. അതല്ലേ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക. സർ, ഇവിടെ ഈ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ അതിനെ വിളക്കി ചേർക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ കൂടി നമ്മൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറയണത്. ഇപ്പോൾ ഈ പലപ്പോഴും ഛിദ്രതകൾ ഉണ്ടാകുന്ന കുടുംബത്തിൽ ഒരുപക്ഷെ ഭാര്യയും ഭർത്താക്കന്മാർ മാത്രമല്ല കാരണക്കാരുണ്ടാവുക. അതിനെ കൂട്ടി യോജിപ്പിക്കേണ്ട ചില ആളുകൾ അവർ കൂടി ഇതിൽ കക്ഷി ചേരുന്നതോടുകൂടി അതാകെ ചിന്ന ഭിന്നമുണ്ട്. അവിടെ കൂടി ഒരു നിർദ്ദേശം ഈ ഒരു സമയത്ത് ആവശ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വലിയൊരു വിഷയമാണ് സാർ പറഞ്ഞത്. അതായത് ഒരു പ്രശ്നം ഇപ്പോൾ ഭാര്യയുടെ ഭാഗത്തുണ്ടാവുമ്പോൾ ഭാര്യയുടെ കുടുംബക്കാർ, ബാപ്പ, ഉമ്മ, അമ്മായി, മറ്റുള്ളവരൊക്കെ അവരുടെ പക്ഷം ചേരും. ഭർത്താവിൻ്റെ ഒരു വിഷയത്തിൽ ഭർത്താവിൻ്റെ കൂടെ ചേരും. സത്യം യഥാർത്ഥത്തിൽ ഇവർക്ക് രണ്ടിനും ഇടയിലായിരിക്കും അല്ലെ. ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും, ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ 100% അവൾ പറഞ്ഞതാണ് ശരി നമുക്കങ്ങോട്ട് തോന്നിപ്പോവും. പിന്നെ ഭർത്താവിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ 100% ഭർത്താവാണ് ശരിയെന്ന് തോന്നിപ്പോവും. ഇപ്പോൾ രണ്ടുപേർക്കും അവരുടെ കാര്യങ്ങൾ അവരുടേതായ രൂപത്തിൽ ഇലക്കും മുള്ളിനും കേടുവരാതെ അവതരിപ്പിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. അപ്പോൾ ഒരു കാര്യം നിരീക്ഷണത്തിൽ കൂടി ജഡ്ജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അപ്പോൾ ആ മീഡിയേറ്റർക്ക് വന്ന്. അപ്പോൾ അതിന് ചില ടെക്നിക്സ് ഉണ്ട്. കോൺട്രഡിക്ഷൻസ് ഉണ്ടാവാം, നമ്മൾ ഒന്നിച്ചിരുത്തി ചോദിക്കും.
അതുപോലെ തന്നെ മക്കൾ മുഖേന ചോദിക്കും. അപ്പോഴൊക്കെ ഈ കളവ് പറഞ്ഞതൊക്കെ പൊളിയും അല്ലേ. അപ്പോൾ ഈ അന്ധമായിട്ട് എൻ്റെ മകളെടുത്ത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓൾ 100% ഓക്കെയാണ് എന്നുള്ള വാദത്തിലാണ് പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഉള്ളത്. ഇതാദ്യം ഒഴിവാക്കണം. ഓവർ കെയറിങ്, ഓവർ ലവ്, ഓവർ പ്രൊട്ടക്ഷൻ, അത് അപകടകരമാണ്. അത് പെൺകുട്ടികൾക്കും പാടില്ല, ആൺകുട്ടികൾക്കും പാടില്ല. എൻ്റെ മകൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല, ഓന് 100% ഒക്കെയാണ്. എല്ലാ കുഴപ്പത്തിൻ്റെയും പിന്നിലുള്ളത് അവളാണ്. അവളൊരുത്തി ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ. ഇത് മൂർജിപ്പിക്കാൻ ആഡിങ് ഫ്യൂവൽ ഇൻ ദി ഫയർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട്. എരുതിക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു വിഭാഗം. അവർ ചിത്രത്തിലൊന്നും ഉണ്ടാവില്ല, ബിഹൈൻഡ് ദി കർട്ടൻ. ആരാണ്? നാത്തൂന്മാർ. ഒരാണ് ഈ അവരവരുടെ കുടുംബത്തിൽ വളരെ സുഖമായി ജീവിക്കുമ്പോൾ ബ്രദർ കല്യാണം കഴിച്ച് ബ്രദറും പിന്നെ അവരുടെ ഭാര്യയും നല്ല നിലക്ക് ജീവിക്കുന്നവർക്ക് കണ്ടുകൂടാ അല്ലേ. ഹസദ് ഉണ്ടാവുകയാണ്, അസൂയ, പക, വിദ്വേഷം. ഇതൊക്കെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന ആദർശം ഏകദൈവ വിശ്വാസികളായിട്ടുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന ഫർള് നിസ്കാരത്തിന് ഒന്നാമത്തെ സഫ് നിൽക്കുന്ന ആളുകൾക്കാണ് ഈ സംഭവിക്കുന്നത്, വേറെ ആർക്കുമല്ല. അപ്പോൾ പിശാച് നമ്മളെ പിടികൂടുന്ന രംഗങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലേ. നമ്മൾ ഈ കുത്തുവാക്കുകൾ കൊണ്ടും ആളുകളെ ഫസാദാക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് അല്ലേ. ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അത് പർവ്വതീകരിക്കാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് മീഡിയേറ്റേഴ്സായ നമ്മെപ്പോലുള്ള കൗൺസിലേഴ്സ് ഇല്ലാത്ത നന്മകൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. എന്തിന്? ഇവരെ വിളക്കി ചേർക്കാൻ വേണ്ടി. അത് ജായിസാണല്ലോ അല്ലേ. കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ അവർക്കിടയിൽ ഒരു രഞ്ജിപ്പിൻ്റെ വാതായനം തുറക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത നന്മകൾ പോലും പരസ്പരം ഷെയർ ചെയ്യും. എന്തിനു വേണ്ടി? യോജിപ്പുണ്ടാക്കാൻ വേണ്ടി. എന്നാൽ ബോധപൂർവം എൻ്റെ ആങ്ങളെയും എൻ്റെ പിന്നെ ബ്രദറിൻ്റെ വൈഫും തമ്മിൽ യോജിക്കരുതെന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കുന്ന ചില ആളുകളുണ്ട്. അവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. കുടുംബ ബന്ധം വിള്ളലുണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത്. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ വലിയ റഹ്മ വിഷയമാണ് എന്നുള്ളതാണ്. അത്. അഥവാ കുടുംബ ജീവിതത്തിൽ അത് മുറിക്കുന്നവൻ അല്ലേ, അത് മുറിക്കുന്നവൻ എന്ന് ഉദ്ദേശിച്ചത് കേവലം ആ ബന്ധത്തിൽ നിന്ന് അകലുന്നവൻ മാത്രമാവില്ലല്ലോ. അല്ലല്ല, അതിന് കാരണക്കാരായ, അതിന് നിമിത്തമായ ആളുകളൊക്കെ അതിന്റെ കണ്ണികളല്ലേ. അതിൽ ഈ അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉം. ഓനോട് ചാറ്റ് ചെയ്യും. ഊഹങ്ങളാണ് പലതും. അവിടെ 4 സാക്ഷികൾ കൊണ്ടുവരണമെന്ന് ഖുർആൻ എന്തിനാ അതൊക്കെ പറഞ്ഞത്? അത്ര ഗൗരവമുള്ള വിഷയമല്ലേ. 3 ആളുണ്ടെങ്കിൽ പോലും പറയാൻ പാടില്ല. 4ാമത്തെ ആളുണ്ടെങ്കിലും അത് ഇസ്ലാമികമായ ഒരു കോടതിയിലല്ലേ പറയേണ്ടത്, അല്ലാതെ പബ്ലിക്കായിട്ടൊരു സ്ട്രീറ്റിൽ പോയി പറയേണ്ട വിഷയമല്ലല്ലോ ഇതൊന്നും. ഒരാളുടെ അഭിമാനം എന്നുള്ളത് എത്ര വിലപ്പെട്ടതാണ്. അപ്പോൾ ഊഷ്മളമായ ബന്ധം എന്നുള്ളത് അതൊരു ആക്സിഡൻ്റേ അല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി കുടുംബത്തിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാൻ. സാന്ദർഭികമായിട്ട് ഈ ഒരു ഇടയിൽ കയറി ചോദിച്ചത് ആ ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ സർ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. കാരണം ഒരു കുടുംബ ജീവിതം നന്നായി മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ബ്രദറിനെ കുറിച്ച്, സ്വന്തം സിസ്റ്ററാണ് അവരുടെ ഭാര്യനോട് ചെറിയ കാര്യം പറയുന്നത്, അത് ആ കുട്ടിയെ, ആ ഒരു ഭാര്യയെ ഡിപ്രഷൻ മൂഡിലേക്ക് എത്തുകയും എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് വെക്കുന്നതിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഭീകരത ആലോചിച്ച് നോക്കും. അപ്പോൾ കുടുംബ ബന്ധം ഏറ്റവും നന്നായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യം പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അത് ബന്ധം വിച്ഛേദിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പരാമർശമോ പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് ഓരോരുത്തരും വരുന്നില്ല എന്നതിനുള്ളൊരു ശ്രദ്ധ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാമ്പത്തികമായ സുതാര്യതയും പ്ലാനിങ്ങുമാണ്. ഫാമിലി ബജറ്റിങ് അതൊരു വിഷയമാണ് സർ. ഇന്ന് പല കുടുംബങ്ങളിലും ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുന്നത് കടങ്ങൾ കൊണ്ടാണ്, പലിശ കൊണ്ടാണ് അല്ലേ. ഓരോരുത്തരും പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ചിന്തിക്കില്ല. എന്നിട്ട് പോയി കടം വാങ്ങുകയാണ്. ട്രേഡിങ്, ഓരോന്നിനും ഓരോ ഓമനപ്പേരുണ്ട് അല്ലേ. ഈ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ഈ മൊബൈൽ സോഷ്യൽ മീഡിയ സംവിധാനം വന്നതോടുകൂടി സ്ത്രീകളൊക്കെ തന്നെ ഇപ്പം ഇന്ന് കച്ചവടത്തിലാണ്. മണി ചെയിൻ പോലെയുള്ള ഒരുപാട് കച്ചവടങ്ങൾ അല്ലേ. ഓൾഡ് വൈൻ ഇൻ ദി ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞതുപോലെ പുതിയ ഓമനപ്പേരിൽ വരികയാണ്. ഹലാലും ഹറാമും മിക്സ് ചെയ്തുകൊണ്ടുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ കച്ചവട പങ്കാളികളാകുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. നമ്മളറിയാത്ത കാര്യം ഞാൻ ഈ പറയുന്നത്.
പല ഭർത്താക്കന്മാരുടെയും ഭാര്യമാർ ഇത്തരം കച്ചവടങ്ങളിലുണ്ട്. അപ്പോൾ ഈ കച്ചവടത്തിൽ കൂടി ഹലാലല്ലാത്ത സമ്പാദ്യങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താ ഉണ്ടാവുക? ബന്ധങ്ങൾ പിന്നെ മുറിയും. അപ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് തടയപ്പെടുന്ന ഒരു ബിസിനസ്സിലും എന്നാൽ ബിസിനസ് ചെയ്യേണ്ടെന്നാണോ? ഒരിക്കലും അല്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ നല്ല ഒരു കച്ചവടക്കാരിയായിരുന്നു. റസൂലിനെ പ്രചോദിപ്പിച്ചത് അതാണ്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഹലാലായ മാർഗങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുക, വലിയ രീതിയിൽ തുടങ്ങാതിരിക്കുക. ചില ആളുകൾ വലിയ രീതിയിൽ തുടങ്ങിയിട്ട് പലരോടും പണം കടം വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് പിന്നെ മുങ്ങുകയാണ്. അതും ആദർശത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്. പിന്നെ ആദർശത്തെയും കളിയാക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ഏരിയയാണ് അല്ലേ? നമ്മൾ ഒരാളുടെ പിന്നെ ഇത്തരം വ്യവഹാരങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. പിന്നെ അതോടെ ഒരുപാട് ആളുകളുടേതും വാങ്ങിയിട്ടാണ് അയാൾ മുങ്ങുന്നത്. ഇവിടെയൊക്കെ സാമ്പത്തികമായ സുതാര്യതയും ഭദ്രതയും, അത് വരുമാനം എത്ര, ചിലവ് എത്ര, ആ കുടുംബത്തിലുള്ള മെമ്പേഴ്സ് അത് അറിയണം, മക്കൾ അറിയണം, ഭാര്യ അറിയണം. എവിടുന്നാണ് എൻ്റെ ഭർത്താവിന് വരവ് കിട്ടുന്നത്, എങ്ങനെ ചിലവഴിക്കുന്നത്, ഒരു മാസത്തെ വരവ് എത്രയാണ് ചിലവ്, ഈ മാസം ഇത്രേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് ഭാര്യയ്ക്ക് മക്കളെ ബോധ്യപ്പെടുത്താനും, ഉപ്പ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയാണ് മക്കളെ എന്ന് ബോധ്യപ്പെടുത്താനും ഉമ്മാക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവും. എന്താ സംശയമുള്ളത്? തീർച്ചയായും വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചാണ്. അഥവാ ക്രയവിക്രയമാണല്ലോ അല്ലേ? സാമ്പത്തികമായ ഇടപാടുകൾ അത് സുതാര്യമാവണം എന്നുള്ളതാണ്. കുടുംബം പലതും തകർച്ചയിലേക്ക് എത്തുന്നത് നമ്മുടെ വരുമാനത്തിന് അനുസരിച്ചല്ലാതെ അതിൻ്റെ എത്രയോ ഇരട്ടി ചിലവിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പകയൊക്കെ ഉണ്ടാവുക. പിന്നെ ചെറിയൊരു നിസ്സാരമായ കാരണം ഉണ്ടാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും. പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിമിത്തമാവുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അവിടെ വരുമാനം എന്ത്, ചിലവ് എന്ത്, ഒരു ബജറ്റിംഗ്, നമ്മുടെ ഓരോ മാസത്തിലും ഇത്രയാണ് നമുക്കുള്ള വരുമാനം, ഇത്രയാവണം നമ്മുടെ ചിലവുകൾ, ആ കാര്യം കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ സർ, നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഒരു സ്ട്രാറ്റജിയിലേക്ക് ഇനി മുതൽ നമ്മൾ മക്കളെ, കുടുംബത്തിലുള്ള അംഗങ്ങളെ ശീലിപ്പിക്കണം. ചെറിയ രൂപത്തിലുള്ള ബിസിനസ്സുകൾ, ഓൺട്രപ്രണർഷിപ്പ് അല്ലേ, സംരംഭകത്വ സംസ്കാരം, അതാണ് ഇനി വളരേണ്ടത്. പണ്ടുള്ളതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസായി എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല അല്ലേ? പുതിയ പുതിയ സംരംഭകർ വരികയാണ്. അപ്പോൾ ആളുകൾ പറയും ഇന്ത്യയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു കാര്യം, അത് വെറുതെ പറയണത്. അത് ശരിയല്ല. നമ്മൾ ഇസ്ലാമിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയും, ഉറപ്പായിട്ടും ചൊരിയും. പക്ഷേ നമ്മൾ ആലോചിച്ച് മുഷാവറ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, എടുത്തു ചാടരുത്. ചെറിയ രൂപത്തിലാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ ഇന്ന് ഉയർന്ന തലങ്ങളിൽ ബിസിനസ് സാമ്രാട്ടുകളായി അറിയപ്പെടുന്ന ആളുകളൊക്കെ ചെറിയ രൂപത്തിൽ തുടങ്ങിയവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, MA യൂസുഫ് അലിയാണല്ലോ ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ പറയാം. അദ്ദേഹത്തിന് ചില എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഈവൻ സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പോലും അവരോട് അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വരുന്ന ഒരു അപാകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത ഒരാളാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസിങ് ആണ്. അതിൻ്റെ അടുത്ത ആളായതുകൊണ്ട് അത്ര യോഗ്യത ഒന്നും വേണ്ട. എന്നാൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളിൽ വെക്കുമ്പോൾ അടുത്ത ആളാണെങ്കിൽ കൂടുതൽ ആണ് സ്ട്രിക്റ്റ് ആവേണ്ടത് നമ്മൾ. അപ്പോഴേ കാര്യങ്ങൾ അവിടെ ഭംഗിയിൽ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വരുള്ളൂ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കുട്ടി സംരംഭകർ ഒരുപാടെണ്ണം ഉണ്ട്. പല വീഡിയോകളും വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാറുണ്ട് അല്ലേ? കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുണ്ടെന്ന്. പക്ഷെ നമ്മുടെ കുട്ടികളാരും അങ്ങനെയുള്ള മേഖലയിലേക്ക് എത്തുന്നില്ല എന്നത് എന്തുകൊണ്ടെന്നുള്ള നമ്മൾ പരിശോധിക്കും. അല്ലാതെ നമ്മൾ ആ രൂപത്തിലുള്ള ഒരു പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കണം, അധ്യാപകർ കൊടുക്കണം, പാരൻസ് കൊടുക്കണം, കുടുംബം കൊടുക്കണം, എന്നിട്ട് മോണിറ്റർ ചെയ്യണം. അവരെ വെറുതെ വിട്ടാൽ പോരാ. അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്രോതസ്സ് കറക്റ്റാണോ, അവർക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അതിൻ്റെ ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിലാണ് ഈ ഒരു ബിസിനസ് ടച്ച് അവർക്കുണ്ട്. അതിലവർ ഇറങ്ങുകയാണ്. പലപ്പോഴും പല വീഡിയോസോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ മോട്ടിവേഷനൊക്കെ കേട്ടുകൊണ്ട് എനിക്കും കുറച്ച് പൈസ ഉണ്ടാക്കണം, എനിക്കൊരു ചാനൽ തുടങ്ങണം. ചാനലുകൾ തുടങ്ങുമ്പോൾ ഹലാലായ ചാനലുകളുണ്ട് അല്ലേ? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാലിഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ,
അത് ഹലാലായ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഹറാമിൻ്റെ ഇനങ്ങൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം വാതിലടക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് ഓക്കെ യു ഡു ദാറ്റ്. ഓപ്ഷൻസ് എപ്പോഴും നമ്മൾ കൊടുക്കണം. എല്ലാം നോ 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 എന്ന് പറയാതെ യെസ് എന്ന് പറയാവുന്ന ഓപ്ഷൻസ് അപ്പുറത്തുണ്ട്. അത് നമ്മൾ തുറന്നു കൊടുത്താൽ ഈ കുട്ടികളൊന്നും വഴിതെറ്റില്ല. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുടുംബജീവിതം ഏറ്റവും ഊഷ്മളമായി മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ്. അവിടെ കുടുംബത്തിൻ്റെ വരുമാനം അതുപോലെ അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ നോക്കണം. വരുമാനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ, ഹലാലായ മാർഗ്ഗങ്ങൾ ഏത് സമയവും നമുക്ക് അന്വേഷിക്കാം. അതിൽ കുടുംബാംഗങ്ങൾക്കുള്ള റോളുകൾ ഓരോരുത്തർക്ക് നിർവഹിക്കാൻ പറ്റുന്ന മേഖലകളൊക്കെ നിർവഹിക്കാമെന്നുള്ളതാണ്. സർ, ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോയിന്റ്, ക്ഷമ അവലംബിക്കേണ്ടടുത്ത് ക്ഷമ അവലംബിക്കുക, വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കേണ്ടടുത്ത് മാപ്പ് കൊടുക്കുക. ക്ഷമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം ക്ഷമ വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും എൻ്റെ ബെറ്റർ ഹാഫിനുണ്ടാവില്ല, ഭർത്താവിനും ഉണ്ടാവില്ല. ഇത് രണ്ടാളും മനസ്സിലാക്കിയാൽ മതി. പൂർണ്ണതയുടെ ലോകം സ്വർഗലോകമാണ് അല്ലേ? എല്ലാം പൂർണ്ണതയിലെത്തുന്ന സലാമുൻ അല്ലേ, ത്വിബുത്തും, അഭിവാദ്യങ്ങൾ, സമാധാനമെന്ന് അഭിസംബോധനം ചെയ്യപ്പെടുന്ന സമാധാനത്തിൻ്റെ ഗേഹം ദാറുസ്സലാം സ്വർഗാണ്. ഈ ദുനിയാവ് അള്ള സൃഷ്ടിച്ചത് തന്നെ പരീക്ഷണമായിട്ടാണ്. അപ്പോൾ സുഖവും ദുഃഖവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു പ്രതിസന്ധി പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ ബേജാറാവണ്ട. അത് അള്ളാഹു നൽകിയ വലിയ ഒരു ഖൈറാണ്, നന്മയാണ്. ആ പ്രതിസന്ധി എന്തിനായിരിക്കും തന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്, പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയത്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ചരിത്രത്തിൽ കൂടി നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരുപാട് ദേശങ്ങൾ കവർ ചെയ്തൊരു പ്രവാചകനാണ് അല്ലേ? ഏത് അന്ന് ഫ്ലൈറ്റ് ഉണ്ടോ? അന്ന് സംവിധാനങ്ങളുണ്ടോ? ഇല്ല. എന്നാൽ ആ പ്രവാചകൻ ഒറ്റ വ്യക്തിയാണ് ആ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത്. നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ നന്നായി പിശുക്കുന്നവരാണ്. നമുക്ക് ദഅവത്തിന് പോലും ഒന്നും നേരല്ല അല്ലേ? ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ പൊട്ടൻഷ്യൽസ് വെച്ചുകൊണ്ട് അവർ ദഅവത്ത് ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പം അതിൻ്റെ വാതായനങ്ങളാണ് ഈ തുറക്കപ്പെട്ടത്. ഇപ്പോൾ പീസ് റേഡിയോ എന്നുള്ളത് അതിനുള്ള ഒരു ചാനലാണ്. ഇനി പേഴ്സണലായിട്ട് നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും അവരുടേതായ ചാനലുകൾ തുറക്കാം. കാരണം തിന്മകൾ വ്യാപരിക്കുമ്പോൾ, വർദ്ധിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10 ആളത് കണ്ടിട്ടുണ്ടെങ്കിൽ 10 തിന്മകൾ കാണാതിരിക്കാനുള്ള സമയം ഈ 10 നന്മകളിൽ ഉണ്ടല്ലോ. 10 ആളുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ അല്ലേ? ട്രൈ ടു ലൈറ്റ് ദി കാൻഡിൽ നെവർ കേഴ്സ് ദി ഡാർക്ക്നെസ് എന്നുള്ള തത്വത്തിലേക്ക് നമ്മൾ വരിക. നിങ്ങളാൽ കഴിയുന്ന ഒരു വട്ടം ഒരു വെളിച്ചം നിങ്ങൾ കത്തിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ആ ഇരുട്ട് അപ്രത്യക്ഷമാവും. അല്ലാതെ ഇരുട്ടിനെ ശപിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾക്കെല്ലാവർക്കും അവരുടേതായ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. എനിക്കറിയാം, വൈകല്യത്തെ അതിജീവിച്ച ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ വളരെ ഡൈനാമിക്കായിട്ട്, അവർക്ക് നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പരസഹായത്തോടു കൂടി ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, നല്ല മനസ്സുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു ചെല്ലുമ്പോൾ, നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ, ഭാര്യമാരെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ അവയവങ്ങളൊക്കെ തകരാറിൽപ്പെട്ട, പാരാലിസിസായ, കിഡ്നികൾ നഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ അടുത്തേക്കൊക്കെ ദമ്പതിമാർ, ഭാര്യയും ഭർത്താവും സഞ്ചരിക്കണം, യാത്ര ചെയ്യണം, കാണണം, സംസാരിക്കണം അവരുമായിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൻ്റെ വലിപ്പം നമുക്ക് ബോധ്യമാവും. നമുക്ക് ഈ പായാരം പറച്ചിൽ കുറച്ചധികമാണ്, പോരായ്മ പറച്ചിൽ അല്ല സർ. ചെന്നിട്ടുണ്ടെങ്കിൽ അതില്ല എന്തുണ്ടെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കില്ല. ഉള്ളതിൽ തൃപ്തിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറിയാലേ ദാമ്പത്യ ഊഷ്മളമാവുള്ളൂ. എൻ്റെ ഭർത്താവ് എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്, അത് വാങ്ങിത്തരുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. ഇത് റെക്കഗ്നിഷനാണ്, ഭർത്താവിന് കൊടുക്കുന്ന ആ ഒരു റെക്കഗ്നിഷനാണ്. മക്കളോട് ഭർത്താവിനെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പോരായ്മ ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് മക്കളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ഭാര്യമാർ, എത്ര വലിയ വഞ്ചനയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട്
അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെടുക, ശുക്ർ വർദ്ധിപ്പിക്കല, ഇൻ ശക്കർത്തും ല അസീദനക്കും, നന്ദി കാണിച്ചാൽ അള്ളാഹു നമുക്കൊക്കെ വർധനവ് നൽകും. അതാവട്ടെ നമ്മുടെ സ്നേഹക്കൂട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. കാണേണ്ട ചില കാഴ്ചകൾ ബോധപൂർവം കുടുംബങ്ങൾ ഒന്നിച്ച് കാണാൻ ശ്രമിച്ചാൽ അത് കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കൂ നമ്മുടെ പരിസരങ്ങളിലേക്ക്. എത്രയെത്ര ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഇല്ലായ്മക്കിടയിലും ആ വല്ലായ്മക്കിടയിലും ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഇടയിൽ അവരൊക്കെ സുന്ദരമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. നമുക്കൊരു വീടുണ്ട്, വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമുക്കൊരു വാഹനം ഉണ്ടാവാം, അല്ലെങ്കിൽ ഉള്ള ചെറുതാണെങ്കിലും ഒരു ചെറിയ വാഹനം ഉണ്ടാവും. പക്ഷേ വാഹനങ്ങളൊക്കെ സ്വപ്നമായി കാണുന്ന എത്ര അധികം ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് വകയുണ്ട്. അപ്പോൾ ഇത് കുടുംബത്തിൽ അല്ലേ, ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഉള്ളതിൽ സംതൃപ്തി അടയുന്ന ഒരു മനസ്സായി ഒരു കുടുംബമായി മാറിയാൽ നമ്മുടെ കുടുംബവും നമ്മുടെ ദാമ്പത്യ ജീവിതവും ഏറ്റവും സുന്ദരമായിട്ട് മുന്നോട്ട് പോവും. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല നിർദ്ദേശങ്ങളാണ് നമ്മുടെ നല്ല ഭാസുരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത്. അവയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നും ഈ ഒരു വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ബഹുമാനനായ സഹസറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു കൂടുതൽ അറിവുകൾ നേടാനും ഇതുപോലെ നമുക്കൊക്കെ പകർന്നു നൽകാനും അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ ഈ ഒരു സ്നേഹക്കൂടിൽ നിങ്ങളെല്ലാവരും പലപ്പോഴും കാണുന്നത് ഞങ്ങൾ രണ്ടുപേരെയാണ്. പക്ഷേ ഈ രണ്ടുപേരോടെ ഇരിക്കുന്നത് ഒപ്പിയെടുക്കാനും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇതിൻ്റെ പിന്നണിയിൽ നിങ്ങളാരും ഒരിക്കലും കാണാത്തൊരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹുവെ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോയുടെ ഓരോ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഉണ്ടാകണം എന്നുകൂടി ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നന്മയും ഖൈറും ബർക്കത്തൊക്കെ ചൊരിയട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകട്ടെ. നല്ല ദാമ്പത്യ ജീവിതം നയിച്ച് സ്വർഗം കരസ്ഥമാക്കുന്ന ദമ്പതികളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.